ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒടുവിൽ അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിന്റെ കണ്ടുകെട്ടിയ പൂർവിക സ്വത്ത് ലേലത്തിൽ പോയിരിക്കുകയാണ്. രത്നഗിരിയിലെ ഭൂമി ലേലം ചെയ്യാൻ 2017 മുതൽ നടത്തിയ 4 ശ്രമങ്ങളും പരാജയപ്പെട്ടിരുന്നു. ഒടുവിൽ മാർച്ച് 5-ന് കേന്ദ്ര സർക്കാർ നടത്തിയ ലേലത്തിലാണ് മുംബൈ സ്വദേശി 10 ലക്ഷത്തിന് ഭൂമി വാങ്ങിയത്. കള്ളക്കടത്തുകാരുടെ സ്വത്ത് കണ്ടെത്തൽ നിയമമായ സഫേമ പ്രകാരമാണ് ലേലം നടന്നത്. ദാവൂദ് ഇബ്രാഹിമിന്റെ പൂർവിക ഗ്രാമമായ രത്നഗിരി ജില്ലയിലെ മുംബക്കയിലാണ് ലേലത്തിൽ പോയ 4 സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. ഈ പ്ലോട്ടുകൾ ദാവൂദിന്റെ അമ്മ ആമിനയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ലേലം കൊണ്ട വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അധികൃതർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ചട്ടം അനുസരിച്ച് ലേലക്കാരൻ ഏപ്രിൽ ആദ്യത്തോടെ പണമടക്കൽ പൂർത്തിയാക്കണം. 1990കളിൽ സഫേമ നിയമപ്രകാരം ഈ പ്ലോട്ടുകൾ കേന്ദ്ര സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയായിരുന്നു. 2017 മുതൽ പല വർഷങ്ങളിലായി ഈ സ്വത്തുക്കൾ ലേലം ചെയ്യാൻ ശ്രമങ്ങൾ നടന്നിരുന്നുവെങ്കിലും വാങ്ങാൻ ആരും എത്തിയിരുന്നില്ല. 2025 നവംബറിൽ കരുതൽ വിലയിൽ 30% കുറവ് വരുത്തിയിട്ടും ആരും വാങ്ങാനെത്തിയില്ല. ദാവൂദിനെ ഭയന്ന് പലരും ഇത് വാങ്ങാൻ മടിച്ചു നിൽക്കുകയായിരുന്നു. 2001 ദാവൂദുമായി ബന്ധപ്പെട്ട മുംബൈയിലെ നാഗ്പാട്ടയിലെ 2 സ്ഥലങ്ങൾ ഡൽഹി ആസ്ഥാനമായുള്ള അഭിഭാഷകൻ അജയ് ശ്രീവാസ്തവ ലേലത്തിലെടുത്തിരുന്നു. അത് സംബന്ധിച്ച കേസ് ഇപ്പോഴും തുടരുകയാണ്. 2020 മുംബൈ ഗ്രാമത്തിലുള്ള ദാവൂദിന്റെ പൂർവിക ബംഗ്ലാവ് ഇദ്ദേഹം സ്വന്തമാക്കുകയും അവിടെ ഒരു ട്രസ്റ്റ് സ്ഥാപിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ 2024 ജനുവരിയിൽ ദാവൂദിന്റെ കുടുംബത്തിന്റെ പേരിലുള്ള മഹാരാഷ്ട്ര രത്നഗിരിയിലെ 2 സ്വത്തുവകകൾ ലേലത്തിൽ വിറ്റുപോയിരുന്നു. സഫേമ നിയമപ്രകാരം കണ്ടുകെട്ടിയ 2 കൃഷിഭൂമികളാണ് ആ ലേലത്തിൽ അന്ന് പോയത്. രത്നഗിരി ഖേഡ് താലൂക്കിലെ ബംഗ്ലാവുകളും മാമ്പഴത്തോട്ടവും ഉൾപ്പെടെ 4 സ്വത്തുവകകളാണ് ലേലത്തിൽ വെച്ചിരുന്നത്. എന്നാൽ ബംഗ്ലാവ് വാങ്ങാൻ അന്ന് ആരും താല്പര്യം കാണിച്ചില്ല. 15,440 രൂപ അടിസ്ഥാന വിലയിട്ടിരുന്ന 170 ചതുശ്ര മീറ്റർ കൃഷിഭൂമി 2 കോടി രൂപക്കും 1 ലക്ഷം രൂപ അടിസ്ഥാന വിലയിട്ട് 1,730 ചതുശ്ര മീറ്റർ ഭൂമി 3,28,000 രൂപക്കുമാണ് വിറ്റുപോയതെന്ന് വാർത്താ ഏജൻസിയായ PTI അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ 2 സ്വത്തുക്കളും ഒരാൾ തന്നെയാണ് വാങ്ങിയത്. എന്നാൽ ഇദ്ദേഹത്തിന്റെയും പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയം 2 കോടിക്ക് വാങ്ങിയ വസ്തുവിന്റെ കരാർ റദ്ദാക്കിയതായും പറയുന്നുണ്ട്. കുടിശ്ശിക അടക്കാത്തത് കൊണ്ട് റദ്ദാക്കി എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി ദാവൂദിന്റെ ഭീഷണിയാണോ ഇതിന് പിന്നിലെന്നും സംശയമുണ്ട്. നേരത്തെ ദാവൂദിന്റെ സഹോദരി ഹസീന പാർക്കറുടെ ഇതേ സ്ഥലത്തെ 2 പ്ലോട്ടുകളും പഴയ ഒരു പെട്രോൾ പമ്പും ഉൾപ്പെടെയുള്ളവ 2020 1 കോടി 10 ലക്ഷം രൂപയ്ക്ക് ലേലം ചെയ്തിരുന്നു. കൂടാതെ 2017 ഏതാനും സ്വത്തുക്കൾ ലേലത്തിൽ വിറ്റുപോയിരുന്നു. 2015 കണക്ക് പ്രകാരം ദാവൂദിന്റെ മൊത്തം ആസ്തി ഏകദേശം 55,600 കോടി രൂപ വരുമെന്നാണ് ഫോബ്സ് മാസികയുടെ കണക്ക്. പല രാജ്യങ്ങളിൽ നടത്തുന്ന ഹവാല ഇടപാടുകൾ, ആയുധക്കടത്ത്, ലഹരിമരുന്ന് വ്യാപാരം, ഗുഡ്ക ബിസിനസ്, കള്ളനോട്ട് അച്ചടി, പണം തട്ടൽ എന്നിങ്ങനെ നീളുന്നതാണ് ഇയാളുടെ കുറ്റകൃത്യങ്ങൾ. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ ഗൾഫിലും UK അടക്കം പല രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. പക്ഷേ ഇപ്പോൾ ദാവൂദ് പാകിസ്ഥാനിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഉസാമ ബിൻ ലാദനുമായുള്ള ബന്ധം തെളിഞ്ഞതോടെയാണ് 2003 അമേരിക്ക ദാവൂദിനെ ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അമേരിക്കൻ കമ്പനികൾ ദാവൂദുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ളവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതുവരെ വിലക്കിയിരുന്നു. എന്നാൽ അമേരിക്കയുടെ ഔദാര്യം പറ്റി കഴിയുന്ന പാകിസ്ഥാനിൽ തന്നെയാണ് ഇപ്പോഴും ദാവൂദ് ഉള്ളതെന്ന് കരുതപ്പെടുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ദാവൂദ് കറാച്ചിയിൽ പാകിസ്ഥാൻ സർക്കാരിന്റെ സംരക്ഷണത്തോടെ കഴിയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ.